ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായ നമ്മുടെ ഈ ശുശ്രൂഷ വീണ്ടും പെന്തക്കുസ്ത മൂന്നാം നാളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയോഗങ്ങൾ വെച്ച് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരുക്കങ്ങൾ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതാണ്. മനസ്താപ പ്രകരണം ചൊല്ലി, പരിശുദ്ധാത്മാവിനുള്ള ജപം ചൊല്ലി, ജപമാല ചൊല്ലി, അനുദിനം വിശുദ്ധ കുർബാനയിൽ ആത്മന പങ്കുചേർന്ന് ഒരുക്കത്തോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. ലാഘവത്തോടെ ആകരുതേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഭയാശങ്കകൾ ഏറുകയാണ് നമുക്ക്. കോവിഡ് കണക്കുകളൊക്കെ താഴേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മഴപ്പെയ്ത്ത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടുമൊക്കെ കൂടുന്നു. സേനകൾ നമ്മളെ വീണ്ടെടുക്കാൻ രക്ഷിക്കാനായിട്ടൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നു. അങ്ങനെ ആകെ ഒരാശങ്കയുണ്ട്. ഒപ്പം മധ്യപൂർവ്വ ദേശങ്ങളിലെ യുദ്ധഭീതിയും ഇതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിഷയമാകേണ്ടതാണ്. ഒപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, രോഗബാധിതരായിരിക്കുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലിലുള്ളവർ, ഒരുപാട് പേര് ICUവിലുണ്ട്. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ജീവനെ പിടിച്ചു നിർത്തുന്നവർ, ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഡോക്ടർമാർ, നേഴ്സുമാർ, ഇവരെയൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കണേ എന്ന് നിങ്ങളോട് ഞാൻ എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ദിവസത്തെയും ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോട് ചേർത്ത് ഇവരെയും നിങ്ങൾ സമർപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 3-ാം വാക്യമാണ്. ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഏറ്റുപറയാൻ ആർക്കും കഴിയില്ല എന്ന നേരിനെ, സത്യത്തെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരൊറ്റ വാക്യം, അതുപോലെ തന്നെ ലളിതമായ ഒരു വാക്യം. ആ ധ്യാനം പരിശുദ്ധാത്മാവിലേക്ക് കുറെ കൂടെ നമ്മളെ അടുപ്പിക്കണം, ചേർത്ത് നിർത്തണം. മറിയം എന്ന പെൺകുട്ടിയുടെ മുമ്പിൽ മാലാഖ വന്നിട്ട് സ്വർഗത്തിൻ്റെ ദൂത് അറിയിച്ചപ്പോൾ അവൾ ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അതായത് അസംഭവ്യമെന്ന്
മാനുഷിക ബുദ്ധിയാൽ തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവളുടെ ആശങ്ക അവൾ സ്വർഗത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ആ വാക്ക് നമ്മുടെ മനസ്സ് അതിനോടൊന്ന് ചേർത്ത് വെച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? അതായത് ഇപ്പോഴേ ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ പല ഭാഷകളിൽ പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ ഈ രോഗക്കെണിയിൽ നിന്ന് ഞങ്ങളൊന്ന് കരയേറും? എങ്ങനെ ഇപ്പോഴത്തെ സാമ്പത്തിക ഞെരുക്കത്തെ ഞങ്ങളൊന്ന് അതിജീവിക്കും? എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പദ്ധതികൾ തകർന്നു കിടക്കുമ്പോൾ ഇതിനെ ഒന്ന് പുനരുദ്ധരിക്കും? എങ്ങനെ ഈ കാലാവസ്ഥാ മാറ്റത്തിൽ ഞങ്ങളുടെ നാടിൻ്റെ താളം ക്രമം തെറ്റുമ്പോൾ ഇതിനെ വീണ്ടും എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കും? ചോദ്യം ഒന്നു തന്നെയാണ്. എന്ത്? ഇതെങ്ങനെ സംഭവിക്കും? മറിയം ചോദിച്ച അതേ ചോദ്യം നമ്മളും ആവർത്തിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? അന്നും ഇന്നും ഉത്തരം അത് തന്നെ. ലൂക്ക 1:35, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് മാനുഷിക ബുദ്ധിയാൽ പരിഹാരമില്ല എന്ന്, നടപ്പിലാകുമോ എന്ന് സംശയം തോന്നുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് വെച്ചിട്ട് അപ്പാ ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും എന്ന് ആകുലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ മറുപടിയാണിത്. നിനക്ക് നിന്നെ സംബന്ധിച്ച് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്ന കാര്യം, ഇതിന് പരിഹാരമില്ല എന്ന് തോന്നുന്ന കാര്യം, പ്രതിവിധിയില്ല എന്ന് എല്ലാവരും പറയുന്ന കാര്യം, അതിന് സ്വർഗത്തിനൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മറിയത്തിൽ ഇതെന്ത് പ്രകടമായിട്ടാണ് സംഭവിച്ചത്? സാധാരണ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാര്യം മറിയത്തിലൂടെ സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭവതിയാകുന്നു, ദൈവപുത്രനെ അവൾ ഉദരത്തിൽ സ്വീകരിക്കുന്നു, ദൈവപുത്രന് ജന്മം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ശിഷ്യന്മാരുടെ കാര്യത്തിൽ. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞേൽപ്പിച്ച ജോലികളൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് തോന്നുമോ ഇവരെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്? ഈശോ പറഞ്ഞു, അവസാനം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. ഈശോ അവൻ്റെ അവസാനത്തെ യാത്ര പോകുന്നതിന് മുമ്പ്, പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, പിശാചുകളെ ബഹിഷ്കരിക്കണം, എല്ലാ ജോലികൾ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം നമ്മളൊരു തേർഡ് പാർട്ടിയായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? നടക്കുന്ന കാര്യമെല്ലാം പറയേണ്ട കർത്താവ് ഇവന്മാരെ കൊണ്ടുവരും നടക്കുമോ? 3 വർഷം കൂടെ കൊണ്ട് നടന്നിട്ടും ഇവരുടെയൊക്കെ കഴിവുകേടും കർത്താവെ നീ മനസ്സിലാക്കിയതല്ലേ? ഇവരെ കൊണ്ട് നടക്കുന്നവല്ലോ ജോലിയൊക്കെ നീ പറ. പോയി 2 കൊട്ട മീൻ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. മത്തായിയോട് വേണമെങ്കിൽ കുറച്ച് ചുങ്കം പിരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരിക്കും. അല്ലാതെ ഈ വലിയ വായിൽ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? മനുഷ്യരെ കൊണ്ട് അസംഭവ്യം എന്ന് തോന്നുന്ന കാര്യമാണ് കർത്താവ് അവരെ ഭരമേൽപ്പിച്ചത്. ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പക്ഷെ എന്താ സംഭവിച്ചത്? ലൂക്ക 1:35 ആവർത്തിച്ചു. ലൂക്ക 1:35 ശിഷ്യന്മാരിൽ ആവർത്തിച്ചപ്പോൾ അസംഭവ്യമെന്ന് ആർക്കും തോന്നുന്ന കാര്യം നടപ്പിലായി. എന്താണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി, അത്യുന്നതന്റെ ശക്തി വന്ന് ആവസിച്ചു. ബലഹീനർ ബലമുള്ളവരായി, ഭീരുക്കൾ ധീരന്മാരായി, വാക്ചാതുരി ഇല്ലാതിരുന്നവർ തീ തുപ്പുന്ന ഭാഷയിൽ, അഗ്നിസ്ഫുരിക്കുന്ന ഭാഷയിൽ സുവിശേഷത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. കണ്ടോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവജനമേ, പ്രാർത്ഥിച്ചൊരുങ്ങണേ. പരിശുദ്ധാത്മാവേ, നീ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ നീ അത്ഭുതങ്ങൾ ചെയ്യണമേ. അടഞ്ഞെന്ന് ഞങ്ങൾ കരുതിയ വാതിലുകൾ നീ ഞങ്ങൾക്കായി തുറക്കണമേ. ഇരുട്ടായി എന്ന് കരുതിയ ജീവിതങ്ങളിലേക്ക്
നീ വെട്ടം വീശണമേ. ഉറഞ്ഞുപോയി എന്ന് കരുതിയിടങ്ങളിൽ ആത്മാവേ നിന്റെ അഭിഷേക അഗ്നി നീ ഇറക്കണമേ. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നീ ഞങ്ങൾക്കായി വീണ്ടും വഴിവെട്ടിത്തരണമേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് ലൂക്ക 1:35 അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് സുഖമുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അതായത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇനി ചിലപ്പോൾ നടന്നേക്കും പരിശുദ്ധാത്മാവ് വന്നാൽ. അതങ്ങനെ മാത്രം ഒരു കേവല അത്ഭുതങ്ങളോടുള്ള താല്പര്യമായിട്ട് ചുരുങ്ങിപ്പോകരുത്. മറിച്ച് നമ്മളതിനെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ ധ്യാനിക്കാൻ പോവുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കട്ടെ, ഇനിയൊരു വാൽക്കഷ്ണം പോലെ ഒരു അധിക ചിന്തയും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ജീവിത നിയോഗങ്ങൾ ജീവിക്കുവാൻ, പൂർത്തിയാക്കാനുള്ള കൃപ ലഭിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ, അതായത് ദൈവം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്, ആ നിയോഗങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തി കിട്ടും. ഇതാ സംഭവിച്ചത്. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ഭുതങ്ങൾ നടക്കുകയായിരുന്നില്ല, മറിച്ച് ഓരോരുത്തർക്കും ആ നിയോഗങ്ങൾ ഫുൾഫില്ല് ചെയ്യാനുള്ള ഗ്രേസ്, കൃപ പരിശുദ്ധാത്മാവ് കൊടുക്കുകയായിരുന്നു. മറിയത്തിൻ്റെ നിയോഗം എന്തായിരുന്നു? മറിയത്തിൻ്റെ നിയോഗം സ്വർഗം ഏൽപ്പിച്ച നിയോഗമാണ്, ദൈവപുത്രന് ജന്മം കൊടുക്കുക എന്നുള്ളത്. മറിയത്തെ കൊണ്ട് തന്നെ അത് കൂട്ടിയാൽ കൂടില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ നിയോഗം ഭംഗിയായി പൂർത്തിയാക്കുവാൻ സ്വർഗത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ വന്നിറങ്ങുന്നു. മറിയം ശക്തയാകുന്നു. കേവലം സാധാരണക്കാരിയായ ഒരു യഹൂദ പെൺകുട്ടി അവളുടെ ജീവിത നിയോഗം പൂർത്തിയാക്കുവാൻ, അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഈ നിയോഗത്തിൽ നിന്ന് അവൾ അണുവിട ചലിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നിയോഗം ഭംഗിയാക്കി പൂർത്തിയാക്കാൻ പറ്റും. ആ നിയോഗത്തിൽ നമ്മൾ വ്യതിചലിക്കില്ല. മറ്റൊരാളെ പറയാവോ ഇതുപോലെ നിയോഗം പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചയാള്? സ്നാപക യോഹന്നാൻ. സക്കറിയായിക്ക് ദേവാലയത്തിൽ വെച്ച് ദർശനമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ ജനിക്കും, അവൻ വഴിയൊരുക്കാൻ വരുന്നവനാണ്. ഇസ്രായേൽ ഒരുപാട് പേരുടെ ഇടർച്ചയ്ക്ക് അവൻ കാരണമാകും. ഒരു ഹീറോയിക് ഇമേജ് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. നിസ്സാരക്കാരനല്ല സക്കറിയ വരാൻ പോകുന്നത്. അവന് വലിയ നിയോഗങ്ങൾ സ്വർഗം ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഭൂമിയിൽ ചെയ്യാൻ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന പൈതലാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാനെ കുറിച്ചൊരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട് മാലാഖ. ഇനി എന്താ സ്നാപക യോഹന്നാന് വേണ്ടത്? സ്നാപക യോഹന്നാന് ഇനി വേണ്ടത് ഈ നിയോഗമില്ലേ, ദൈവം ഏൽപ്പിച്ച നിയോഗം, ഈ നിയോഗം പൂർത്തിയാക്കാൻ, ജീവിച്ച് പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവിനെ വേണം. അവന് കിട്ടി. എപ്പോ? എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ മറിയം ഒരു സന്ദർശനം നടത്തി. മറിയത്തിന്റെ ഉദരത്തിൽ ആരുണ്ട്? ഉണ്ണിമിശിഹായുണ്ട്. ഈശോ തമ്പുരാൻ ഉണ്ടെങ്കിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ സ്നാപക യോഹന്നാൻ നിറഞ്ഞു, അഭിഷേകം ചെയ്യപ്പെട്ടു. പിന്നെ അവൻ ആ നിയോഗത്തിൽ നിന്ന് അണുവിട ചലിച്ചിട്ടില്ല. അവൻ ആ നിയോഗം ഭംഗിയായിട്ട് പൂർത്തിയാക്കി. ഈശോ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ജോർദാൻ നദിയിൽ അവൻ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവായി ഇറങ്ങി വന്ന് അവൻ്റെ നിയോഗത്തിൻ്റെ മേൽ, അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം കിട്ടിയപ്പോഴാണ് പിന്നെ ഈശോ അങ്ങോട്ട് കളത്തിലിറങ്ങിയത്. 3 വർഷം കൊണ്ട് അവൻ്റെ പരസ്യജീവിത കാലത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചും പ്രവർത്തിച്ചും അവൻ്റെ നിയോഗം, ദൈവഹിതം പൂർത്തിയാക്കിയത്. ഇനി ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, നിയോഗം. ഇവരുടെ നിയോഗം എന്തായിരുന്നു? ഇവരുടെ നിയോഗം കുരിശുമരണത്തിന് 3 ആണ്ടുകൾക്ക് മുമ്പേ നിയോഗം ഏൽപ്പിച്ചതാണ്. വാടാ മക്കളെ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അതായത് നിങ്ങൾ കേവലം മീൻ പിടിച്ച് ജീവിച്ച് തീർന്നു പോകേണ്ടവരല്ല, നിങ്ങൾക്ക് ഉപരി നിയോഗങ്ങളുണ്ട്. എന്താണ് ആ നിയോഗം? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അവസാനം പറഞ്ഞേൽപ്പിക്കുന്നത്. ലോകം മുഴുവൻ പോണേ, എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണേ,
ഭയപ്പെടരുത്. എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകണം. സിനഗോഗുകളിലേക്ക് അവർ നിങ്ങളെ വലിച്ചിഴയ്ക്കും. അപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ആശങ്കപ്പെടരുത്. പരിശുദ്ധാത്മാവ് തന്നോളും. ധൈര്യമായിട്ട് പ്രസംഗിച്ചോണം, സംസാരിച്ചോണം എന്നൊക്കെ കർത്താവ് പറഞ്ഞു. ഇതെന്താണ്? ഇതാണ് ഇവർ ഫുൾഫില്ല് ചെയ്യേണ്ട നിയോഗം. ഇവർ പൂർത്തിയാക്കേണ്ട നിയോഗമാണത്. ഇത് തന്നെ പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ആ നേരത്ത് എന്ത് വരുന്നു? ആ നേരത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നു. പെന്തക്കുസ്തായിൽ ആ അഭിഷേകം കിട്ടിയതോടുകൂടി സ്വന്തം ജീവിതത്തിൻ്റെ നിയോഗം അവർ ഭംഗിയായി പൂർത്തിയാക്കുന്നു. പിന്നെ അവർ അണുവിടെ ചലിച്ചിട്ടില്ല. പിന്നെ അവർ വാൾമുനയിലോ കുരിശ് കാണിച്ചോ ഒന്നും അവരെ ഭയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ആ നിയോഗം അവർ പൂർത്തിയാക്കുക തന്നെ ചെയ്തു. ഇനി നമ്മളിലേക്ക് വരണ്ടേ? ഇനി നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കൊക്കെ ഒരു നിയോഗമില്ലേ? അതായത് എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതമാണ് നിന്റെ നിയോഗം. നീ എങ്ങനെ ജീവിക്കണം നിനക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാതെ കർത്താവ് നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. അത് കുടുംബജീവിതത്തിലേക്ക് ചെന്ന് കയറിയിരിക്കുന്ന, ഒരുക്കത്തോടെ കുടുംബജീവിതം സ്വീകരിച്ചിരിക്കുന്ന ഒരാള്, അയാൾക്കുള്ള നിയോഗം എന്താണ്? ഏറ്റവും വലിയ നിയോഗം അൾത്താര മുമ്പിൽ വെച്ച് ചൊല്ലിയ ആ പ്രതിജ്ഞയാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ ഉണ്ടാകാമെന്ന് വാക്കുകൊടുത്തില്ലേ? നിയോഗമാണത്. ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടോ? കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞ് കരം പിടിച്ചയാൾക്ക് കൂട്ടിരിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? നിയോഗങ്ങൾ പൂർത്തിയാക്കാതെ പോവാണ്. ബലമില്ല നമുക്ക്. ആ നേരത്തെ എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ, നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കൃപ തരണേ. എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് വിശ്വസ്തയോടെ ജീവിക്കാൻ എനിക്ക് കഴിയാതെ പോകുമ്പോൾ അതാണ് പാപം. അതാണ് ജീവിത നിയോഗം പൂർത്തിയാക്കാൻ പറ്റാതെ പോകുന്ന ദുരവസ്ഥ. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ജീവിത നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കൃപ തരണമേ. മക്കളെന്ന നിലയിൽ നിയോഗം എന്താണ്? മാതാപിതാക്കളെ അനുസരിച്ച് അവരെ ബഹുമാനിച്ച് വളരുക എന്നുള്ളതാണ് നമ്മളെ ഈ കാലത്ത് ഈ പ്രായത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം. അത് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവേ നിറയണമേ, ബലമില്ലാത്തവനിൽ ബലമായി വരണമേ, ഈ നിയോഗം പൂർത്തിയാക്കാൻ കൃപ. ഒരു പുരോഹിതൻ എന്താ നിയോഗം? ഓരോ പുരോഹിതന്റെയും ത്രിവിധ ദൗത്യങ്ങളുണ്ട്. 3 ദൗത്യങ്ങൾ പ്രത്യേകമായി പുരോഹിതനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ദൈവജനത്തെ പഠിപ്പിക്കണം, അവരെ മുന്നിൽ നിന്ന് നയിക്കണം, അവരെ വിശുദ്ധീകരിക്കണം. ഈ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരും നേരങ്ങളിൽ പുരോഹിതൻ പ്രാർത്ഥിക്കണം, ആത്മാവേ, എൻ്റെ നിയോഗങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ 3-ാം ദിവസം, നമ്മുടെ പെന്തക്കുസ്ത ഒരുക്കത്തിൻ്റെ 3-ാം ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ഓരോരുത്തരും സ്വന്തം നിയോഗങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാകണം. നമ്മൾ ഈ ഭൂമിയിൽ ഈ കാലത്ത് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാകണം. അത് ചെയ്യാതെ പോകുന്നതും അതിന് എതിരായുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പാപം. അതിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ നന്മ ചെയ്യാതെ പോകുന്നതുമാണ് പാപം. ഈ നന്മ ചെയ്യാൻ, ഈ നിയോഗം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചു വാങ്ങണേ. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കാം, ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എന്നെ നന്മയിൽ ജീവിക്കാൻ സഹായിക്കണമേ, നിയോഗങ്ങൾ ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കാൻ എന്നെ ഉപകരണമാക്കണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ.
മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. ഈശോയേ, ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ആശ്രയമേ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ സന്നിധിയിൽ വചനം ധ്യാനിച്ചും നിന്നെ ആരാധിച്ചും ചെലവഴിക്കുന്ന ഈ സമയമാണ് ഞങ്ങളുടെ ആശ്വാസം. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ നേരമാണ്. ഈശോയേ, ഇത്തരം അനുഭവങ്ങൾക്ക്, അവസരങ്ങൾക്ക് എൻ്റെ കർത്താവേ നിനക്ക് നന്ദി. ഈശോയേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ മറിയം ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഞങ്ങളും ചോദിച്ചു പോകുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? കർത്താവേ, ഇതെങ്ങനെയൊന്ന് കടന്നു പോകും? ഈ കാലത്തെ ഞങ്ങൾ എങ്ങനെ അതിജീവിക്കും? ഒരു കെട്ട് അഴിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അതിന് കുരുക്ക് വീഴുന്നത് പോലെ അതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെയാണല്ലോ കർത്താവേ ഞങ്ങൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് ഈ വൈറസിൻ്റെ ഭീതി, മറുവശത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധഭീതി. കർത്താവേ, ഞങ്ങളാകെ ആശങ്കയിലാണ്. ഇതെങ്ങനെ സംഭവിക്കും? മറിയത്തിൻ്റെ ചോദ്യം വിവിധ ഭാഷകളിൽ വിവിധങ്ങളായ ഹൃദയ നൊമ്പരങ്ങളെ ചേർത്തു വെച്ച് ഞങ്ങളും ചോദിച്ചു പോകുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം ലൂക്കാ 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമാണല്ലോ പരിശുദ്ധാത്മാവ്. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ കാലത്തെ അതിജീവിക്കുവാൻ, നിന്റെ കരം പിടിച്ച് ഇതൊന്ന് കടന്നു പോകുവാൻ കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിന്റെ ജനത്തെ നീ ഒരുക്കണമേ. ദൈവജനമേ, വലിയ ആശ്രയബോധത്തോടെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യുദ്ധഭീതിയും പ്രകൃതിക്ഷോഭങ്ങളും ഈ വൈറസ് ഭീതിയുടെ കാലത്ത് നമ്മളെ കൂടുതൽ ആശങ്കപ്പെടുത്തുമ്പോൾ കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി വേണം, നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് അധികമായി വേണം എന്ന ആഗ്രഹത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ സ്തുതി മഹത്വങ്ങൾ സമർപ്പിക്കാം. എന്റെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയെ, നിനക്ക് മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. എല്ലാവരുടെയും അധരങ്ങളിൽ ദൈവസ്തുതി ഉയരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ. മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളിയും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്തൃസന്നിധിയിൽ കരുണയ്ക്കായുള്ള നിലവിളി ഒരുമിച്ച് ഉയരട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം മഹത്വം മഹത്വം. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ,
പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയെ, ഇന്ന് തിരുവചന ധ്യാന നേരത്ത് ഞങ്ങൾ കേട്ടു മനസ്സിലാക്കിയ കാര്യത്തെ തിരുസന്നിധിയിലിരുന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും സ്നാപക യോഹന്നാൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ ജീവിതം ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കായി ഏൽപ്പിക്കപ്പെടുന്ന നിയോഗങ്ങളെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, തീക്ഷ്ണതയോടെ പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന്.
ദൈവത്തിൻ്റെ അമ്മയാകാൻ ക്ഷണം കിട്ടിയവളെ അതിനുവേണ്ടി ഒരുക്കി ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, മിശിഹായിക്ക് വഴിയൊരുക്കേണ്ട വലിയ ദൗത്യം സ്നാപക യോഹന്നാൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടപ്പോൾ തീക്ഷ്ണതയോടെ അഗ്നി തുപ്പുന്ന വാക്കുകളിൽ ഒരു ജനത്തെ മാനസാന്തര വഴികളിലേക്ക് ആഹ്വാനം ചെയ്ത സ്നാപക യോഹന്നാൻ, കേവലം മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വലിയ ദൗത്യമേൽപ്പിച്ച് കർത്താവ് തമ്പുരാൻ കൂടെ കൂട്ടിയെങ്കിലും ആ വലിയ ദൗത്യത്തിന് അവരവരെ തന്നെ സജ്ജരാക്കിയത് പരിശുദ്ധാത്മ സ്വീകരണത്തിലൂടെ. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ഒരു നിയോഗമുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ സഭയുമായി ബന്ധപ്പെട്ട്, കർത്താവേ, നീയുമായുള്ള ബന്ധത്തിലുമൊക്കെ ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ട നിയോഗങ്ങൾ ഞങ്ങളെ കൊണ്ടാകാതെ പോകുന്നു. കുടുംബജീവിതത്തിൽ ഒരു നല്ല ഭർത്താവായിരിക്കുവാൻ, ഒരു നല്ല ഭാര്യയായിരിക്കുവാൻ, ഒരു നല്ല അപ്പനാകുവാൻ, ഒരു നല്ല അമ്മയാകുവാൻ, ഒരു നല്ല മകനായിരിക്കുവാൻ, മകളായിരിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന ദേശത്ത് എൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യാൻ കഴിയാതെ പോകുന്ന നേരത്ത്, എൻ്റെ ബലഹീനതയാൽ വീഴ്ചകളേറുന്ന നേരത്ത് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധ സഭയോട് ചേർന്ന് ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഞാൻ പാലിക്കേണ്ട നീതിബോധം, എൻ്റെ ധാർമ്മികത, എൻ്റെ വിശ്വാസ ജീവിതം, കർത്താവേ, അതൊന്നും ഒരു നിലവാരത്തിലേക്ക് എത്താതെ പോകുന്ന നൊമ്പരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. ദൈവജനമേ, ഇരുകരങ്ങളും യാചനാരൂപത്തിൽ ചെറുതായി തുറന്നു പിടിച്ച് എളിമയോടെ പ്രാർത്ഥിക്കാം. ഓ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പൂർത്തിയാക്കേണ്ട നിയോഗങ്ങളെ പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്ന നേരങ്ങളിൽ, ഞങ്ങളുടെ ബലഹീനതകളാൽ ഇടർച്ചകളേറുന്ന നേരത്ത്, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവേ, ഞങ്ങളിലേക്ക് വന്നിറങ്ങണമേ. ആത്മാവേ, അഭിഷേകത്താലേ ഞങ്ങളെ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായുള്ള 3-ാം ദിവസത്തിൻ്റെ പ്രാർത്ഥന ദൈവജനമേ നമുക്കൊരുമിച്ച് ഭക്തിയോടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ
അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവെ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്കു വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറെ ഒരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും, വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവേ, അങ്ങേ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങേ ആത്മാവിന്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ. സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനുമായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, പരിശുദ്ധാത്മ ഫലമായ സമാധാനം തരണമേ. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി 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 നന്ദി. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ അങ്ങേക്ക് മഹത്വം 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 മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ